എന്നാ ശരിട്ടാ പോയിട്ടാ. ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സന്തോഷവും സങ്കടവും വരുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അംഗനവാടിയിലെ ഹെൽപ്പർ ഇന്ന് റിട്ടയർ ആവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോയും കൂടിയാണ്. അപ്പോൾ അതിന് അംഗനവാടിയിൽ പരിപാടിയൊക്കെ നടക്കുന്നത് 4:30 കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ. പിന്നെ ഫിനിമോളുടെ മുടി കെട്ടി കൊടുക്കുകയാണേ. ഡ്രസ്സ് മാറ്റലും മുടി കെട്ടലൊക്കെ കഴിഞ്ഞ സമയമാകുമ്പോൾ പോവല്ലോ, അത് വിചാരിച്ച് പിന്നെ ആദ്യം തന്നെ അതൊക്കെ കഴിച്ച് വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അവളുടെ മുടി കെട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് സാമ്പാറും ചമ്മന്തിയും മീനും ആയിരുന്നേ. അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഞാനും ഫിനിമോളും പിന്നെ ഷിബിലിമോനുമാണ് കേട്ടുള്ളത്. ഇക്ക പിന്നെ പണിക്ക് പോയതായിരുന്നു. അപ്പോൾ ഇക്ക പിന്നെ നേരത്തെ പോകുമല്ലോ, ഇപ്പോൾ 7:30 പോകും, ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ വരും കേട്ടോ. അപ്പോൾ പിന്നെ ചിലപ്പോൾ ഇക്ക പണി സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കൂട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് കഴിക്കാറ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇക്കാക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഒരുത്തിനു ശേഷം ഞാനും ഫിനിമോളും കൂടി ആദ്യം അംഗനവാടിയിൽ പോയിരുന്നിട്ട് ഹെൽപ്പറോട് കുറച്ച് സംസാരിക്കാനൊക്കെ വെച്ചിട്ട് പോയിട്ടോ. പിന്നെ ഹസനസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം 4:30 ഞങ്ങൾ വീണ്ടും അംഗനവാടിയിലോട്ട് പോകുന്നത്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരും വന്നിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ആ സ്പോട്ടിൽ പോകാമെന്ന് വെച്ചു, കാരണം അടുത്ത് തന്നെയല്ലേ. ഈ ഓറഞ്ച് കളർ സാരി എടുത്തിരിക്കണം കേട്ടോ നമ്മളെ ഹെൽപ്പർ ടീച്ചർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൗൺസിലറിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് നമ്മളെ മുൻ കൗൺസിലറും ആണ്. അപ്പോൾ നമ്മുടെ കൗൺസിലർമാരൊക്കെ അവർക്ക് പറയാനുള്ളതൊക്കെ പറയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ലഡു കൊടുക്കുന്നുണ്ട്, ജ്യൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അംഗനവാടിയിലെ കുട്ടികളും പേരൻസും കൂടി പിന്നെ ഗിഫ്റ്റ് വാങ്ങിയിരുന്നു. അതുപോലെ തന്നെ വെൽഫെയർ കമ്മിറ്റി അതുപോലെ ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ. അങ്ങനത്തെ സമ്മാനം കൊടുക്കലാണ് കേട്ടോ ഈ നടക്കുന്നത്. സമ്മാനം കൊടുക്കുമ്പോഴൊക്കെ നമ്മുടെ ടീച്ചർക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അംഗനവാടിയിൽ 12 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു. പിന്നെ മൊത്തത്തിൽ ടീച്ചർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 25 വർഷമായിട്ടോ. അപ്പോൾ അതിൻ്റെതായ ടെൻഷനും മുഖത്ത് ടീച്ചർക്ക് കാണുന്നുണ്ട് കേട്ടോ. ടീച്ചറോട് 2 വാക്ക് എല്ലാവരും പറയാൻ പറഞ്ഞപ്പോൾ ടീച്ചർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എന്താ പറയുക എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ടീച്ചറെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമുള്ളൂ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ കുട്ടികളെ നല്ല പോലെ നോക്കും കേട്ടോ. നമ്മൾ കുട്ടികളെ വീട്ടിൽ നോക്കുന്നതിനേക്കാളും അതിലുപരിയായിട്ട് ടീച്ചർ കുട്ടികളെ നോക്കുന്നത് ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സന്തോഷവും സങ്കടവും വന്നൊരു നിമിഷമായിരുന്നു കേട്ടോ അത്. നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നന്നായി നമ്മുടെ ഈ നാട്ടിലെ കുട്ടികളെ സ്നേഹിക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് ആലോചിക്കാനും ഒക്കെ കൂടെ നിന്നതിന് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും വക സ്നേഹ ആശംസകൾ പ്രത്യേകമായി നന്ദിയും അർപ്പിക്കുന്നു. പ്രാർത്ഥനയെ ഞങ്ങൾ ഉൾപ്പെടുന്നു. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ടീച്ചർ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് സെൽഫി എടുക്കുന്നുണ്ട്. എനിക്ക് പിന്നെ അതിനൊന്നും പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനായിരുന്നു കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ടീച്ചറെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കേട്ടോ ടീച്ചർ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ആഗ്രഹം ഏതായാലും ഈ സമയത്താണ് കേട്ടോ നിറവേറ്റുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ ടീച്ചർ വീട്ടിലെത്തി കേട്ടോ. നമ്മൾ 3-4 വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം വന്നവരൊക്കെ ആദ്യം കയറിയിട്ടോ. അതാണ് എല്ലാവരും ഒന്നിച്ച് കാണാത്തത്. ടീച്ചറെ വീട് 2 മാസമായിട്ടുള്ളൂ കേട്ടോ കൂടിയിരുന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹം കേട്ടോ വീട് മൊത്തത്തിലൊന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട് കൂടിയിരുന്ന സമയത്തൊക്കെ ടീച്ചർ വിളിക്കൂട്ടോ, വീട് കാണാൻ വായോ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എനിക്ക് ആ സമയത്തൊന്നും പറ്റിയിരുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അങ്ങനെ ആ സമയം വന്നെത്തി കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ വീട്. അങ്ങനത്തെ എല്ലാവരും വീട് കാണാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായി. വീടിൻ്റെ ഫുൾ വീഡിയോ ഒന്നും നമുക്ക് ശരിക്കും എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ടൈമല്ലേ. അപ്പോൾ പിന്നെ നമ്മളെ കൂടെ വന്ന ഡ്രൈവർമാർക്കും തിരക്കുണ്ടായിരുന്നു. അവർക്ക് വേറെ ഓട്ടം ഉണ്ടായിരുന്നു കേട്ടോ വണ്ടി കൊണ്ട്. അപ്പോൾ പിന്നെ അവർ വിളിക്കാൻ തുടങ്ങി. അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണേ. ടീച്ചർക്ക് ഒരു മോനും ഒരു മോളുമാണ് കേട്ടോ. മോൻക്ക് ഒരു കുട്ടിയുണ്ട്, മോൾക്ക് 2 കുട്ടികളുണ്ട്. വീഡിയോ ശരിക്കൊന്നല്ല കേട്ടോ, എന്നാലും നിങ്ങൾ ക്ഷമിക്കണേ. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി കേട്ടോ. മുകളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭയങ്കരം തന്നെ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താഴ്ഭാഗത്തെ വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഷിബിലുമോനെ വീട്ടിലെത്തിയപ്പോഴും പറയും നല്ല ഭംഗിയിലുമേ മുകളിൽ നോക്കിയാൽ താഴേക്കുള്ള ആ വ്യൂ എന്നാട്ടോ എന്നോട് ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. എല്ലാവരുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുന്നു കേട്ടോ. അവരാണെന്നുണ്ടെങ്കിൽ പൊറോട്ട, ചപ്പാത്തി, അതുപോലെ തന്നെ ബ്രെഡ്, പിന്നെ ചിക്കൻ കറി, പിന്നെ ഗ്രീൻ പീസ് കൊണ്ട് കുറുമ അതൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഞങ്ങളതൊന്നും വേണ്ട, വെള്ളം മാത്രം മതി എന്നൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ. വെള്ളം പിന്നെ ആദ്യം അവർ തന്നു. അങ്ങനെ ചായ കുടിച്ചതിന് ശേഷം ഏതായാലും ടീച്ചർ വീട്ടിലേക്ക് വന്നതല്ലേ, അപ്പോൾ ഒരു ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കൽ നിർബന്ധമല്ലേ. ഇപ്പോഴത്തെ ട്രെൻഡിങ് അതൊക്കെ അല്ലേ. അങ്ങനെ എല്ലാവരും ഫോട്ടോയും സെൽഫിയും ഒക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ടീച്ചറും മോളും മരുകളും പേരക്കുട്ടികളും കൂടി ഞങ്ങളെ യാത്ര അയക്കുന്ന കേട്ടോ ഈ കാണുന്നത്. ഏതായാലും ടീച്ചർക്ക് എല്ലാവിധ ഐശ്വര്യവും നേരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇനി അവിടുന്ന് ഇങ്ങോട്ടുള്ള ജീവിതവും നല്ല സന്തോഷത്തിലാകട്ടെ. അങ്ങനെ ടീച്ചറോട് ഞങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വരണം, അതുപോലെ തന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ മതി വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.